വയനാട്ടിൽ പ്രായപൂർത്തിയാകാത്ത 7 പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയായതായി മെഡിക്കൽ റിപ്പോർട്ട്. യത്തീംഖാനയിലെ കുട്ടികളെയാണ് സമീപത്തെ കടയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത്. യത്തീംഖാനയ്ക്ക് സമീപം താമസിക്കുന്ന 6 യുവാക്കളെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് KR ചേർന്നുണ്ട്. അനൂപ്, ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം എങ്ങനെയാണ്? വയനാട്ടിലെ ഒരു ഓർഫനേജിൽ 7 വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ വലിയ ഗൗരവകരമായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 7 വിദ്യാർത്ഥിനികൾക്ക് ലൈംഗികമായ അതിക്രമം നേരിട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ്. ഏതായാലും ഇതോടുകൂടി ഈ കേസിലെ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികൾക്കെതിരെ കേസ് ചുമത്തിയിട്ടുണ്ട്. പോക്സോ നിയമപ്രകാരവും അത് സംബന്ധിച്ച് അത് അല്ലാതെ വിവിധ വകുപ്പുകൾ ചേർത്തുമാണ് കേസെടുത്തിരിക്കുന്നത്. 11ഓളം കേസുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇവർ പോലീസ് കസ്റ്റഡിയിലാണ്. എന്നാൽ ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും 3 പേരെ ഇനി പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. 6 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവത്തിൽ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തത്. ഈ യത്തീംഖാനയിലെ ഈ ഓർഫനേജിന് സമീപത്തുള്ള പ്ലസ് ടു ബ്ലോക്കിൻ്റെ അടുത്തുള്ള കടയിലേക്ക് സമീപവാസികളായ യുവാക്കൾ പെൺകുട്ടികളെ വിളിച്ചു വരുത്തുകയും മിഠായി നൽകി പ്രലോഭിപ്പിച്ച് പീഡനത്തിനിരയാക്കിയെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ സംഭവം പുറത്തറിഞ്ഞാൽ ഇവരെ കൊലപ്പെടുത്തും എന്നുള്ള വിധത്തിലുള്ള ഭീഷണികളും പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി. വലിയ ഗൗരവകരമായ കാര്യം, ഏതാനും മാസങ്ങളായി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഈ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ഥലത്തെ കടകളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പെൺകുട്ടികളെ കണ്ട ചില അധ്യാപകരാണ് ഈ യത്തീംഖാനയുടെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ വിവരം കൈമാറുന്നത്. യത്തീംഖാനയുടെ അഡ്മിനിസ്ട്രേറ്റർ അപ്പോൾ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കുട്ടികളെ കൗൺസിലിംഗ് വിധേയമാക്കി. ഈ കൗൺസിലിംഗിലാണ് ഇത് സംബന്ധിച്ചുള്ള ഗൗരവകരമായ കാര്യങ്ങൾ പുറത്തറിയുന്നത്. ഇപ്പോൾ ലൈംഗികമായി ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. വളരെ ഗൗരവമുള്ളതാണ്. അതായത് 7 വിദ്യാർത്ഥിനികളാണ്. 8ഉം 9ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന 7 വിദ്യാർത്ഥിനികൾക്കാണ് സമീപവാസികളുടെ പീഡനത്തിന് ഇരയായത്. പോലീസ് ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇക്കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. കൂടുതൽ പ്രതികൾ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമെന്നാണ് സൂചന. അതേസമയം തന്നെ കൂടുതൽ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ പീഡനം നേരിട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം PK ശ്രീമതി ടീച്ചർ അല്പസമയത്തിനകം മുട്ടിലെ ഈ ഓർഫനേജിൽ സന്ദർശിക്കുമെന്നും വിവരമുണ്ട്. സൗമ്യ, ഒരുപക്ഷെ അനൂപ്, ഏറെ നാളുകളായി ഈ കുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായും ഇത് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നില്ലേ? പോലീസിന്റെ ഒരു നിലപാട് എന്താണ്? അതായത് കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ തന്നെയും അവരുടെ സഹായം കൂടി ഇവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാകാമെന്നൊരു സൂചനയൊക്കെയാണോ അനൂപ്? ആദ്യം തന്നെ ഈ സംഭവം അധ്യാപകർ അഡ്മിനിസ്ട്രേറ്ററെ അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ അപ്പോൾ തന്നെ പോലീസിനെ ഈ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ പെട്ടെന്ന് പോലീസിന് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കാനായി എന്ന് വേണം കരുതാൻ. ഈ സംഭവം അറിഞ്ഞയുടൻ തന്നെ കുട്ടികളെ വിശദമായ കൗൺസിലിങ്ങിന് പോലീസ് വിധേയമാക്കി. ഈ കൗൺസിലിങ്ങിലാണ് കുട്ടികൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറഞ്ഞത്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏതാനും മാസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് അറിയാൻ കഴിയുന്നത്. സമീപത്തെ കടയിൽ, അതായത് പ്ലസ് ടു ഈ യത്തീംഖാനയുടെ പ്ലസ് ടു ബ്ലോക്കിന് സമീപത്ത് ഒരു ഹോസ്റ്റലുണ്ട്, അത് ഒരു ഭക്ഷണശാല ണ്ട്. ഈ കടയ്ക്ക് മുന്നിലൂടെ വേണം ഈ ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണശാലയിലേക്ക് ചെല്ലാൻ. ഈ ഒരു സമയത്താണ്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും മറ്റും പോകുന്ന സമയത്താണ് കുട്ടികളെ കടയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് എന്നുള്ള വിവരമാണ് അറിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ അറിഞ്ഞയുടൻ തന്നെ അധ്യാപകർ കുട്ടികളെ പല സാഹചര്യത്തിൽ ഈ കടകളുമായി ബന്ധപ്പെട്ടും ചില സ്ഥലങ്ങളിൽ അധ്യാപകർ കാണുകയുണ്ടായി. അതുടൻ തന്നെ അഡ്മിനിസ്ട്രേറ്ററെ അറിയിക്കുകയായിരുന്നു. ഏതായാലും അപ്പോൾ തന്നെ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ പോലീസിൽ വിവരമെത്തിയതിനെ തുടർന്ന് പോലീസ് വലിയ അന്വേഷണം നടത്തുകയും പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. രാത്രിയോടുകൂടി കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. 5 പേരെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. 6 പ്രതികളാണ് സംഭവത്തിൽ ഉള്ളത് എന്നാണ് അറിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള മറ്റേതെങ്കിലും കാര്യത്തിലുള്ള, അതായത് കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അത് സംബന്ധിച്ചെല്ലാം അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഇക്കാര്യങ്ങളും സംബന്ധിച്ച് പോലീസ് ഒരു വിശദമായ
ഒരു വിവരം പുറത്തുവിട്ടിട്ടില്ല. മറ്റുള്ള പ്രതികളുടെ പങ്ക് ഏതെങ്കിലും തരത്തിൽ ഇത്രകാലം പീഡനം നടന്ന് അല്ലെങ്കിൽ പീഡനം ഇത്രകാലം തുടർന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ആരെങ്കിലും വിവരം അറിഞ്ഞോ ഈ വിവരം മൂടി വെച്ചോ എന്നുള്ള തരത്തിലെല്ലാമുള്ള അന്വേഷണമാണ് നടത്തുന്നത്. ഏതായാലും പോക്സോ, അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ സംഭവം മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കോണുകളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ജില്ലാ പോലീസ് മേധാവി രാജ്കുമാർ പുരോഹിത് വീണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇന്നലെ രാത്രി തന്നെ കാൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ പ്രതികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ പ്രതികൾക്കെല്ലാം എതിരെ ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചേർത്ത് പോലീസ് 11ഓളം വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നാണ് പോലീസിന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഒരുപക്ഷെ അനൂപ്, ഇവിടെ പോക്സോയുടെ കൂടെ ചുമത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേസ് കുറച്ചുകൂടി ശക്തമാവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കൗൺസിലിങ്ങിലുള്ള പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ടും കൂടി വരുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ വ്യക്തമായ രീതിയിലേക്ക് കേസ് മുന്നോട്ട് പോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സൗമ്യ, കേസ് അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സംബന്ധിച്ചുള്ള വസ്തുതകളെല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. പോക്സോ ഉൾപ്പെടുത്തണോ, മറ്റു പ്രതികൾ കൂടി ഉൾപ്പെടുത്തണോ എന്നൊരു വിവിധമായൊരു വിശദമായൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പോലീസിന് പ്രതി പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തുകയും ഇവർക്കെതിരെ കേസുകൾ ചുമത്താൻ കഴിയുക. അതായത് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസിന് പരിശോധിക്കേണ്ടി വരും. തീർച്ചയായും പോക്സോ ഉൾപ്പെടെ ചുമത്താവുന്ന വലിയ ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം തന്നെയാണ് പ്രതികൾ നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസിന് ലഭിക്കുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ അനുമാനം. അതായത് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കുകയും അവർക്കെതിരെ സംഭവം പുറത്തറിയിച്ചാൽ അവരെ വധിച്ചു കളയുമെന്ന് അല്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് കുട്ടികളിൽ നിന്ന് കൗൺസിലിംഗുടെയും മറ്റും പോലീസിന് ലഭിച്ച വിവരങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ചെല്ലാം പ്രത്യേകിച്ച് ഒരു ഓർഫനേജിലെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട കുറ്റകൃത്യം എന്ന രീതിയിൽ തന്നെ വലിയ ഗൗരവത്തോടെയാണ് പോലീസ് ഇക്കാര്യത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ ലൈംഗികമായി കുട്ടികൾക്ക് പീഡനം ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പോലീസ് നൽകുന്ന സൂചന വിശദമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും ഇന്നു തന്നെ പിടികൂടി ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കാര്യക്ഷമമായി പൂർത്തിയാക്കുമെന്നുള്ള വിവരമാണ് ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ആ ഗൗരവത്തോടു കൂടി പോലീസ് നടപടികൾ പുരോഗമിക്കുകയാണ്. സൗമ്യ, അനൂപ്, പ്രത്യേകിച്ച് പോക്സോ ചുമത്തുന്ന തരത്തിലുള്ള കേസുകൾ സമീപകാലത്തായി ഇപ്പോൾ കൊട്ടിയൂർ സംഭവമായാലും സമീപകാലത്തായി ഇത്തരം നിരവധിയായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ യതീംഖാന കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഇത്തരത്തിൽ കുട്ടികളെ പുറത്ത് ദുരുപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരുമ്പോൾ ഇത് എങ്ങനെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്? തീർച്ചയായും കൊട്ടിയൂർ സംഭവത്തിൽ വയനാട് CWCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഗുരുതര വീഴ്ച വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമെല്ലാം വയനാട്ടിൽ സമീപ ദിവസങ്ങളിൽ അതിന് വഴിവെച്ചിരിക്കുകയാണ്. CWCയെ പിരിച്ചുവിടുന്ന തരത്തിൽ ഒരു നീക്കം തന്നെയുണ്ടായി. സ്വാഭാവികമായും CWC ആണ് ഇത്തരം സംഭവങ്ങൾ അറിഞ്ഞാൽ ഉടനെ പോലീസിൽ അറിയിക്കേണ്ടതും കേസെടുക്കാൻ നിർദ്ദേശിക്കേണ്ടതും എല്ലാം CWC ആണ്. നമുക്കറിയാം, നേരത്തെ തന്നെ പോക്സോ നിയമപ്രകാരം ശക്തമായ നടപടികൾ ഒരുപക്ഷെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി പോക്സോ നിയമപ്രകാരം നിരവധി കേസുകളാണ് സമീപകാലത്ത് വയനാട്ടിൽ എടുത്തത്. പലപ്പോഴും ആദിവാസി വിഭാഗങ്ങളുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ ചെറിയ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാവുന്ന സംഭവത്തിൽ കേസുകൾ നിരവധിയാണ് സമീപകാലത്ത് വയനാട്ടിൽ ഉണ്ടായത്. ഇതിനിടെയാണ് CWC തന്നെ ഒരു കൊട്ടിയൂർ പീഡനവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ മറച്ചുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരം കേസുകൾ എടുക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തിനെതിരെ ഒരു നീക്കമുണ്ട്, അത്തരത്തിലുള്ളൊരു കാര്യമുണ്ടാകുന്നത്. ഏതായാലും അവസാനം CWC പിരിച്ചുവിടുന്ന തരത്തിലുള്ള ഒരു കാര്യം വരെ ഉണ്ടായി. അപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇപ്പോൾ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, ലൈംഗികമായുള്ള അതിക്രമങ്ങൾ ഏറ്റിരുന്നു എന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അടക്കം വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോക്സോ ചുമത്തിയിരിക്കുന്ന ഒരു കേസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.